ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻസിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അതായത് എപ്പോഴാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യുന്നത്? അതായത് പവർ ഇപ്പോൾ കോൺസ്റ്റന്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഹാവ് എ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ 1/x. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എക്സിന്റെ പവർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ല, ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ യു ക്യാൻ യൂസ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ കുറച്ചും കൂടി പല രീതിയിലും സോൾവ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ട് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ പല മെത്തേഡ്സ് വഴി ഇത് സോൾവ് ചെയ്യാൻ പറ്റൂട്ടോ. പക്ഷെ ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ പവർ ആയിട്ട് വരുന്നത് കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ മൂവ് വിത്ത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പം ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ലോഗിന്റെ 2-3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ഞാൻ ഓൾറെഡി മുന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് log m(in). അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? log m മൈനസ് log n. ആ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ log a to the power n. അതിന് നമുക്ക് ഏത് രീതിയിൽ ലോഗ് വെച്ച് എക്സ്പ്രസ് ചെയ്യാം? ഈ പവർ, അതായത് n ഇൻറ്റു log a. ഈ 2 ഫോർമുലകളും നമ്മൾ ഓർത്തു വെക്കണം. അപ്പം അതിന്റെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഡിഫറൻസിയേഷൻ ഈസി ആക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പവറായിട്ട് വരുന്നത് കോൺസ്റ്റന്റ് ആവരുത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ എക്സ് ടു ദ പവർ 1/x. അപ്പൊ അതൊരിക്കലും പവർ ഒരു കോൺസ്റ്റന്റ് അല്ല. അപ്പൊ നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അതിൽ അപ്ലൈ ചെയ്യാം. കുറച്ചും കൂടി ഈസിയസ്റ്റ് ഫോം ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ആൻഡ് യു ഹാവ് ടു മെമ്മറൈസ് log m/n is equal to log m minus log n. log a to the power n is equal to n log a. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കൂ. എന്റെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, y is equal to x to the power 1/x. അപ്പോൾ ഞാൻ ഇതിനെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് dy/dx കാണാൻ പോകുന്നത്, അതായത് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് 2 LHSലും RHSലും നമ്മൾ ലോഗ് എടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് log y is equal to log x to the power 1/x. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 സൈഡിലും നമ്മൾ ലോഗ് എടുത്തു. ഓക്കെ, ഇനി സോ അഗൈൻ റൈറ്റ് log y is equal to ഈ log x to the power 1/x എന്നുള്ളത് log a to the power n എന്നുള്ള ഫോർമാറ്റിലല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? n, അതായത് പവർ n ഇൻറ്റു log a എന്ന് എഴുതാം. അപ്പൊ അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കൂ. ദാറ്റ് ഈസ് 1/x ഇൻറ്റു log x. അപ്പൊ ഇങ്ങനെയായി നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2 സൈഡിലും നമ്മൾ ലോഗ് എടുത്തു. ഇനി നമ്മൾ 2 സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് with respect to x. അതാണ് ചെയ്യേണ്ടത്. സോ d/dx ഓഫ് log y is equal to 1/x into log x. d/dx of 1/x into log x. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇനി നോക്കൂ, ഈ LHS നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ log y ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ വീഡിയോസിൽ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മറ്റ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെ സോൾവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ എഴുതേണ്ടത്. അതായത് d log y by dy ഇൻറ്റു dy നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ബൈ റിമൈനിങ് dx എഴുതി. ഇതാണ് നമ്മുടെ LHS വരിക. അതായത് log y വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ dy വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത കാരണം സെയിം dy വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു
ബാക്കി റിമൈനിങ് ഡി എക്സ് ഇവിടെ എഴുതി. ഇനി ആർ എച്ച് എസ് നോക്കൂ, ഇതൊരു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ ഹൗ ടു അപ്ലൈ ദ പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താണ് നമുക്കറിയാം 1/x പ്ലസ്, ഞാൻ ഇനി നീട്ടി വലിച്ച് എഴുതാത്തത് നമ്മൾ ഓൾറെഡി ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ സ്റ്റെപ്പ് ഞാൻ കളഞ്ഞത്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ലോഗ് എക്സ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ്, അതായത് 1/x ന്റെ ഡെറിവേറ്റീവ്. വി നോ ദാറ്റ് ഇസ് -1/x². അപ്പൊ ഇങ്ങനെയായി നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ലോഗ് y വിത്ത് റെസ്പെക്ട് ടു y? നമുക്കറിയാം 1/y ഇൻറ്റു dy ബൈ dx is equal to 1/x² minus log x by x². ഇനി എങ്ങനെ ചെയ്യാം? നമുക്ക് dy ബൈ dx ആണ് നമുക്ക് കാണേണ്ടത്. സോ dy ബൈ dx is equal to, ഈ y-നെ നമ്മൾ എങ്ങോട്ട് എടുത്തു? ആർ എച്ച് എസിലോട്ട് എടുത്തു. y ഇൻറ്റു, ഇനി ഈ ടേം നോക്കൂ, അതായത് ആർ എച്ച് എസിലെ ടേം നോക്കൂ, ഡിനോമിനേറ്റർ കോമൺ ആണ്, ഇറ്റ്സ് x². സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 1 മൈനസ് ലോഗ് x ബൈ x². അപ്പൊ ഇങ്ങനെയായി നമ്മുടെ റിസൾട്ട്. അപ്പൊ നമ്മുടെ dy ബൈ dx എന്ന് പറഞ്ഞാൽ y ഇൻറ്റു 1 മൈനസ് ലോഗ് x ബൈ x². y എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് x ഇൻറ്റു 1/x. അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് കുറച്ചുകൂടി നീറ്റ് ആയിട്ട് എഴുതാം. y-ന് പകരം x ടു ദ പവർ 1/x ഇൻറ്റു 1 മൈനസ് ലോഗ് x ബൈ x². ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് വരിക. Then moving on to another question. If we are given y is equal to 1 plus x the whole raised to 2x. ഇതാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വി ഹാവ് 1 plus x the 2 raised to x. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. കാരണം ഇതിന്റെ പവർ ചെക്ക് ചെയ്യുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? LHSലും RHSലും ലോഗ് എടുക്കണം. ദാറ്റ് ഈസ് log y is equal to log 1 plus x the whole raised to 2x. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം ഇത് log a to the power n എന്നുള്ള ഫോർമാറ്റിലാണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക്, എങ്ങനെ എഴുതാം? ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2x log 1 plus x എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് അതിനെ എഴുതി, അതായത് രണ്ട് സൈഡിലും ലോഗ് എടുത്തു, നമ്മൾ log a to the power n RHSൽ അപ്ലൈ ചെയ്തു. അപ്പൊ 2x log 1 plus എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി നമ്മൾ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് d by dx ഓഫ് log y is equal to d by dx of 2x log 1 plus x. ഇങ്ങനെ നമുക്ക് കിട്ടി. d by dx of log y നമുക്കറിയാം എന്താണ്? 1/y dy by dx. അതെങ്ങനെ കിട്ടിയത്? 1/y dy by dx നമ്മൾ ആദ്യം log y-നെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇൻറ്റു dy വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഹോൾ ഡിവൈഡഡ് ബൈ dx. സോ ദാറ്റ് ഈസ് 1/y dy by dx. തൊട്ടു മുന്നത്തെ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ നീട്ടി വലിച്ച് വീണ്ടും അത് എഴുതുന്നില്ല. സോ ഐ സിംപ്ലി നോ ദാറ്റ് d by dx ഓഫ് log y എന്ന് പറഞ്ഞാല് 1/y dy by dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്? ഡിഫറൻസിയേഷൻ ഓഫ് 2x log 1 plus x. അപ്പോൾ ഇതൊരു ടേം u, ഇതൊരു ടേം v, അങ്ങനെ 2x ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് 2x ഇൻറ്റു d by dx ഓഫ് log 1 plus x
പ്ലസ് then log അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ log 1 പ്ലസ് എക്സ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x. ഇങ്ങനെയായി നമ്മുടെ RHSനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഇനി 2x ഇൻറ്റു ഹൗ ടു ഫൈൻഡ് ദ ഡിഫറൻസിയേഷൻ ഓഫ് log 1 പ്ലസ് എക്സ്. ഇതൊരു ഫംഗ്ഷൻ വിത്തിൻ എ ഫംഗ്ഷൻ ഫോർമാറ്റിലാണ്, അതായത് ഒരു ഇന്റർമീഡിയറ്റ് ഫംഗ്ഷന്റെ ഫോർമാറ്റിലാണ്. അപ്പം ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും log 1 പ്ലസ് എക്സ് എന്നുള്ളത് നിങ്ങൾ y ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഈ 1 പ്ലസ് എക്സ് എന്നുള്ളത് ഒരു ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ആണ് എക്സിലുള്ളത്. സോ 1 പ്ലസ് എക്സ് ഒരു ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ആക്കി. സോ y എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ഇറ്റ്സ് ലൈക്ക് log u എന്നുള്ളതായി. സോ വാട്ട് ഈസ് അവർ dy ബൈ du, അതായത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 1 ബൈ യു. ദെൻ വി ടു ഫൈൻഡ് ഔട്ട് ഇന്റർമീഡിയറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്, അതെന്താ കിട്ടിയ 1 കിട്ടി. സോ dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 1 ബൈ യു ആണ്. ദാറ്റ് ഈസ് യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ എക്സ്, ദാറ്റ് ഈസ് 1 ബൈ 1 പ്ലസ് എക്സ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊരു ഫംഗ്ഷൻ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ഉള്ള ഒരു മെയിൻ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷനകത്ത് വീണ്ടും എക്സിന്റെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ നമ്മൾ ആ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷനെ യു എന്ന് വെച്ചിട്ട് റീനെയിം ചെയ്തിട്ട് സോൾവ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഡിഫറൻസിയേഷന്റെ റിസൾട്ട് ആണ് എന്ത്? 1 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോ അതാണ് log 1 പ്ലസ് എക്സിന്റെ റിസൾട്ട്, ദാറ്റ് ഈസ് 1 ബൈ 1 പ്ലസ് എക്സ്. ഓക്കെ, പ്ലസ് ഈ സെക്കൻഡ് ടേം നോക്കൂ, log 1 പ്ലസ് എക്സ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് 2x, ദാറ്റ് ഈസ് 2. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ 1 ബൈ y dy ബൈ dx is equal to 2x by 1 plus x plus 2 into log 1 plus x. ഇങ്ങനെയായി, മനസ്സിലായില്ലേ? Then what is our dy by dx? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? y-നെ എങ്ങോട്ട് എടുക്കണം? റൈറ്റ് ഹാൻഡ് സൈഡ്, ദാറ്റ് ഈസ് y into 2x by 1 plus x plus 2 into log 1 plus x. ഇനി y-നെ എന്താക്കി റീപ്ലേസ് ചെയ്യാം? y നമ്മുടെ എന്താണ്? 1 plus x the whole to the power 2x. അപ്പം അങ്ങനെ എഴുതാം നമുക്ക് 1 plus x the whole to the power 2x into 2x by 1 plus x plus 2 log 1 plus x. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. Moving on to another type of question, that is y is equal to ax by x square. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ളത് ഒരു കോഷ്യൻ റൂളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ്. പക്ഷെ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ചിട്ട് ചെയ്യാം. സോ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സോ വി നോ ദാറ്റ് log y is equal to log of a to the power x by x square. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ലോഗ് അപ്ലൈ ചെയ്തു. ഇനി ഈ ടേം നോക്കൂ, log m by n എന്നുള്ള ഫോർമാറ്റിലാണ് ഈ ടേം എടുക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് log a to the power x by x square നമുക്ക് എങ്ങനെ എഴുതാം? log y is equal to log a to the power x minus log x square എന്ന് എഴുതാം. As we know that log m by n is equal to log m minus log n. ഇനി നമ്മൾ ഇൻഡിവിജ്വലി ഇതിന്റെ ഡിഫറൻസിയേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് d by dx of log y is equal to d by dx of, നോക്കൂ ഈ ടേം നോക്കൂ, log a to the power x എന്നാണ് എടുക്കുന്നത്.
ഈ ലോഗ് എ ടു ദ പവർ എക്സിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഈസ് ലോഗ് എ ടു ദ പവർ എക്സ്? എ ടു ദ പവർ എൻ ഇൻറ്റു ലോഗ് എ. അപ്പൊ നമുക്ക് വീണ്ടും അതിന് ആ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് എക്സ് ലോഗ് എ മൈനസ് ഇവിടെ ലോഗ് എക്സ് സ്ക്വയർ, അതിനെയും ഈ രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 log x. ഓക്കെ, ഇത്രയായി. ഇനി നമുക്കറിയാം വാട്ട് ഇസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ? 1 by y dy by dx. അത് പിന്നെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് എക്സ് ലോഗ് എ? ലോഗ് എ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയ കാരണം നമുക്ക് അതിനെ ഔട്ട്സൈഡ് എടുക്കാം. സോ വി നീഡ് ടു ഗെറ്റ് ഓൺലി ദ ഡിഫറൻസിയേഷൻ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. അത് നമുക്കറിയാം 1 ആണ്. മൈനസ് വാട്ട് ഇസ് ദ ഡി ബൈ ഡി എക്സ് ഓഫ് 2 log x? 2 കോൺസ്റ്റന്റ് ആണ്, സോ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇസ് 1 by x. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായി? ലോഗ് എ മൈനസ് 2 by x. Then dy by dx is equal to y into, taking this y to RHS, log a by 2 by x. y എന്താണ്? a to the power x by x square. So replace y with a to the power x by x square into log a minus 2 by x. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. വളരെ സിമ്പിൾ ആണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ച് ചെയ്യാൻ.